എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? അടിപൊളി സെഷനായിരുന്നു. കാരണം എനിക്ക് മനസ്സിലായത് സംഭവിച്ചെങ്കിൽ തോട്ടാണ് മാറ്റേഴ്സ്. നമ്മളുടെ ഏജോ ക്വാളിഫിക്കേഷനോ അതിനൊക്കെ അതീതമായിട്ട് എന്താണ് മൈൻഡ് സെറ്റ് മാറ്റേഴ്സ് എന്നുള്ളത് മനസ്സിലായി. കാരണം എന്ന് വെച്ചെങ്കിൽ അറ്റ് ദ ഏജ് ഓഫ് 23 ഈസ് ബിൽഡിങ് സം എന്താ പറയുക ഒരു എംപയർ. ഇതുപോലത്തെ ഒരു സാധനം നമ്മുടെ നാട്ടിൽ ഓണ്ടർപ്രണർഷിപ്പാണ് ഒരുപാട് ഒരു ആഗ്രഹം. അത് അറിയാൻ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഒരു ഗൈഡൻസ് മോഡൽ സാധനം ബിൽഡ് ചെയ്യുന്നുണ്ട്. സക്സസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട്സൊന്നുമില്ല. കാരണം ആ രീതിക്കാണ് അവരുടെ പ്ലാനിങ്ങും എക്സിക്യൂഷനും അവരുടെ ടീമല്ല ഉള്ളത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ടപ്പ് സാറ്റർഡേ എന്നുള്ളത് അടിപൊളിയാണ്. അടിപൊളി വെച്ചെങ്കിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ഒരുപാട് പേര് നല്ല തോട്ട്സുള്ള ആളുകളുണ്ട്. അവർക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഗ്രോ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഈ പരിപാടിക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നലെ രാത്രിയാണ് ഞാൻ പറയുന്നത്. സോ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് ഞാൻ അങ്ങനെ ഫോൺ ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു മീറ്റിങ്ങിനെ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നാൽ അത്രയും നല്ലൊരു നമ്മളടുത്ത നാട്ടുകാരനാണ്. പക്ഷേ നമുക്ക് ഇതുവരെ അറിയില്ല. ഇവിടെ വന്നിട്ട് നമുക്ക് പരിചയമില്ല. ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാറുണ്ട് ചില്ലറ കാര്യമല്ലല്ലോ. അതാണ് എനിക്കിവിടെ കൊണ്ടുള്ളൊരു ഉപയോഗം. പിന്നെ സിബിൽ ടോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താപ്പോൾ നമ്മളെ യങ് യൂണിവേഴ്സിന് ഏറ്റവും കൂടുതൽ നമുക്ക് റോൾ മോഡലൊക്കെ ഇന്ത്യക്ക് ഒരു റോൾ മോഡലാണ് പുള്ളിക്കാരങ്ങൾ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് ഒരുപാട് നെറ്റ്വർക്കിങ് നമുക്ക് ഉണ്ടാകും പറ്റും. പിന്നെ ഇപ്പോൾ ഒരു ബിസിനസ് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാകുന്നില്ല. ഇവിടെ വന്നപ്പോൾ ഫാക്കൽസിനെ കണ്ടപ്പോൾ ഒന്നുകൂടി ഇമ്പ്രൂവ് ആകാൻ പറ്റി. പിന്നെ നല്ല ടോപ്പിക് പിന്നെ പല പല കോ ഫൗണ്ടേഴ്സിനെയും അനലൈസ് ചെയ്യാൻ പറ്റും.